ആ സ്വഹാബിയുടെ പ്രവാചകനോടുള്ള സ്നേഹം നോക്കുക. അദ്ദേഹം വീട്ടിലിരുന്നാൽ പോലും ക്ഷമിക്കാൻ കഴിയുന്നില്ല. നബിയെ എപ്പോഴും കാണണം. നമ്മുടെ മനസ്സിലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാണാനുള്ള ഈ ഒരു ആഗ്രഹം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലും ഉണ്ടാകണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സ്വന്തം നഫ്സിനോട് നമ്മൾ ചോദിക്കണം. പിന്നീട് അദ്ദേഹം പറയുകയാണ്, നബിയെ ഇനി മരണപ്പെട്ടാൽ തന്നെ നിങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിലായിരിക്കും, ഉയർന്ന ദറജയിലായിരിക്കും. മാത്രമല്ല ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ തന്നെ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇദാ ദഖൽതുൽ ജന്ന, ഇനി ഞാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെ നിങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ, ഞാൻ താഴ്ന്ന ദറജയിലായിരിക്കുമല്ലോ സ്വർഗത്തിൽ. കാരണം നിങ്ങൾ നബിമാരാണ്, നബിമാരുടെ റഈസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏറ്റവും ഉയർന്ന ദറജയിലായിരിക്കും, എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു മറുപടിയും പറഞ്ഞില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മറുപടിയും പറഞ്ഞില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ വഹീന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഹത്താ നസല ജിബ്രീലു ബിഹാദിഹിൽ ആയ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ സൂറത്തുൽ നിസായിലെ 69-ാമത്തെ ആയത്തുമായി ഇറങ്ങുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൂറത്തുൽ നിസായിലെ 4-ാം അധ്യായത്തിലെ ഈ ഒരു ആയത്ത് ഇറങ്ങുന്നത് എന്നർത്ഥം. അപ്പോൾ ആ സ്വഹാബിക്ക് നബിയെ അത്രയും കാണാൻ ആഗ്രഹിച്ച, സ്വർഗത്തിലും നബിയെ കാണാൻ ആഗ്രഹിച്ച ആ സ്വഹാബിക്ക് അള്ളാഹു നൽകുന്ന മറുപടി എന്താണ്? ഈ മറുപടി അള്ളാഹുവിൽ നിന്നാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വമൻ യുതിഇല്ലാഹ വർ-റസൂല, ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക, അക്കൂട്ടർ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. ആരൊക്കെയാണവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ കൂട്ടത്തിൽ, സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ, അതേപോലെ തന്നെ ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ എല്ലാം കൂട്ടത്തിലായിരിക്കും. വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. ദാലികൽ ഫദ്ലു മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ളൊരു വലിയ ഔദാര്യമാകുന്നു. വകഫാ ബില്ലാഹി അലീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനായി അല്ലാഹു തന്നെ മതി. അപ്പോൾ നബിമാർ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിൽ വിശ്വസിച്ച് പ്രവാചകന്മാരുടെ കൂടെ തന്നെ നിന്ന, അല്ലെങ്കിൽ സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പോരാടിയ സിദ്ദീഖീങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ കൂടെ ആവാൻ കഴിയും സ്വർഗത്തിൽ. പക്ഷെ എന്താണ് കണ്ടീഷൻ? അള്ളാഹു പറയുന്നത് വമൻ യുതിഇല്ലാഹ വർ-റസൂല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. പ്രിയപ്പെട്ടവരെ, അഥവാ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ, അതിൽ വിട്ടുവീഴ്ച കാണിക്കാതിരുന്നാൽ നമുക്കൊക്കെ സ്വർഗത്തിലെത്താനും അമ്പിയാക്കളുടെ കൂടെ അവരെ കണ്ടുകൊണ്ട് അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് സ്വർഗത്തിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കും. അവർ ദറജകളിൽ എത്ര ഉയർന്നവരാകട്ടെ, അവരെ കാണാനും അവരുടെ കൂടെ ഇരിക്കാനും അവരുടെ കൂടെ സഹവസിക്കുവാനുമുള്ള സൗകര്യവും സന്ദർഭവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിത്തരും. അവർ ഏറ്റവും നല്ല കൂട്ടുകാരാണ് എന്നാണ്.